എടുത്തുചാട്ടാണ് നമ്മുടെ പല പ്രശ്നത്തിനും കാരണം. ഒരു രാജാവ്, ആ രാജാവ് പട്ടിന്റെ വസ്ത്രം ധരിച്ച്, ഹറാമാണ് പട്ടിന്റെ വസ്ത്രം ധരിക്കല്. ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു എന്ന ഉപ്പാനെ കുറിച്ച് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്ന അനുഭവമാണ് ഞാൻ പറയാൻ പോണത്. രാജാവ് പട്ടിന്റെ വസ്ത്രം ധരിച്ചു. ധരിച്ച വസ്ത്രം ഹറാമാണ്. ഉപ്പ എന്താ ചെയ്തതെന്ന് അറിയാം. രാജാവിനോട് കണ്ട ഉടനെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, രാജാവേ, ഈ വസ്ത്രത്തിന് എത്ര വില വരും? ഒരു ദിർഹമേ ഉള്ളൂ. ശരി, ചീപ്പ് റേറ്റ് ആണല്ലോ. രാജാവൊക്കെ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു അടിപൊളി റിച്ചായ വസ്ത്രമൊക്കെ ധരിക്കണ്ടേ? രാജാവൊക്കെ അതിൻ്റെതായ പ്രസ്റ്റേജ് കീപ്പ് ചെയ്യണ്ടേ? മാത്രമല്ല, ഇത് കഷ്ടപ്പെട്ടിട്ട് ധരിക്കാൻ മാത്രം ഇതിൽ പ്രത്യേകിച്ച് ക്വാളിറ്റിയും ഇല്ല. കാരണം ഇത് നരകത്തിൻ്റെ വസ്ത്രം എന്നല്ലേ പറയണത്, ഹറാമുമാണല്ലോ. രാജാവിന് കത്തി. ഫസ്റ്റ് പറയേണ്ടത് രണ്ടാമത് പറഞ്ഞതാണെന്ന് കത്തി. രാജാവ് റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് തിരിച്ചു വന്നു. ഇതിനെക്കുറിച്ച് മോൻ പറയാ, ഫസ്റ്റ് തന്നെ തിരിച്ചാണ് പറഞ്ഞത്. എന്താ രാജാവ്, ഇതെല്ലാം വസ്ത്രം ഹറാം, നീ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന നിര്യാണിക്ക് എന്തെന്നാണ് ഈ മദ്രസയിൽ പോയിട്ട് എന്താ അങ്ങനെ ആറ്റാ പറഞ്ഞ് നമ്മൾ ആൾക്കാർ പറയുന്ന പോലെ പറഞ്ഞതെങ്കിൽ കേൾക്കൂല. അപ്പം നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു ചെക്കൻ്റെ പേര് നെര്യാണിക്ക് താഴെ ഉണ്ട്, അപ്പോൾ അവനോട് സംസാരിക്കണം. നല്ലോണം തിന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോൾ അധികം ഭക്ഷണമെല്ലാം കുറച്ച് ഡേറ്റ്. എന്ത് ഡേറ്റും വേറെ ഒരുപാടായി. അല്ലല്ല, ഞാൻ ഭക്ഷണം കുറച്ച് കുടലൊക്കെ വലുതായി. എന്ത് കുടലാണ്? കുടലൊന്നുമില്ല സാർ. എന്ത് കുടൽ? കുടൽ വലുതായതുകൊണ്ട് ഇരിക്കില്ല, പാൻറ്റൊക്കെ വെച്ചെടുത്ത് നിൽക്കാണ്ട് താഴെ. അത്രയേ ഉള്ളൂ. ഈ കുറ്റപ്പെടുത്തൽ നിർത്തുന്ന ഒരു നാടായൊക്കെ എന്ത് രസം ഉണ്ടാവുക ആ നാട്ടിൽ ജീവിക്കാൻ തന്നെ.